ഹായ്, ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പറശ്ശിനിക്കടവ് പോവാണ്. അപ്പോൾ പോകുന്നതിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടുക്കളയിൽ നിന്നാണ് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. റൂമിൽ എൻ്റെ കസിൻസ് എല്ലാവരും ഒരുങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൻ്റെ മേലെ ഫോൺ വെച്ചിട്ട് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം കവിളിൽ മാത്രം ഹൈലൈറ്റർ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കവിളിങ്ങനെ കുറച്ച് ഗ്ലിറ്ററിങ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ചുകൂടി രസമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. ഞാൻ ആകെ ആ 2 പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ഗ്ലൂട്ടാഹൈയുടെ ഒരു ബോഡി ലോഷനും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞു. ഇനി ബസ് കയറാൻ പോകണം. അഞ്ച് മണിക്കാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ബസ്. അപ്പോൾ ആ ബസ്സൊക്കെ കയറി കോഴിക്കോടേക്ക് ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ബസ്സിൽ പോകാനുണ്ട്. 6:15 ട്രെയിന്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ കയറേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ട്രെയിനിൽ സീറ്റൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ സീറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. കുറേ കഴിഞ്ഞേരം വടകരയൊക്കെ കഴിഞ്ഞേരെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അതും ഒരു സീറ്റിൽ നമ്മൾ 3 പേരും കൂടെ, അതായത് സിംഗിളായിട്ടൊരു വിൻഡോ സീറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഞാനും എൻ്റെ 2 കസിൻസും കൂടെ എങ്ങനെയൊക്കെ ഇരുന്നാണ് പോയത്. 9:15 ആകുമ്പോൾ നമ്മൾ കണ്ണൂരും അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോകാനുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങാനാണ് ലാസ്റ്റായിട്ട് ഈ പറശ്ശിനിക്കടവ് വന്നിട്ടുള്ളത്. എനിക്ക് ഓർമ്മ പോലുമില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോകുന്നതിനെ പറ്റിയിട്ട്. പോകുമ്പോഴേ സൈഡിലൊക്കെയുള്ള കടകളിലായിരുന്നു എൻ്റെ ഫുൾ ടൈം കോൺസെൻട്രേഷൻ. എത്ര നല്ല ക്യൂട്ട് സാധനങ്ങളാണ്. ഫുൾ കുറേ ടെഡി ബേഴ്സ്, കുറേ കമ്മൽ, മാല, ഫാൻസി ഐറ്റംസ് തന്നെ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ട്. അതിനിടയിൽ കൂടെയാണ് ഇതൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നത്. എൻ്റെ ഒരു സങ്കല്പത്തിൽ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞായറാഴ്ചയാണല്ലോ നമ്മൾ പോകുന്നത്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് തിരക്ക്. പിന്നെ നമ്മൾ വെള്ളത്തിൽ കാലൊക്കെ കഴുകി പുഴയിൽ കൂടി ബോട്ടൊക്കെ കുറേ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് കയറിയത്. അമ്പലത്തിനുള്ളിൽ നിന്ന് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങോട്ടേക്ക് ഫോൺ അലൗഡ് അല്ല എന്ന് ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ടൈം എടുത്ത് തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. മമ്പയറും ചായയാണ് ഉണ്ടാവുക. ഞാൻ മമ്പയർ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ എല്ലാ ഷോപ്പിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കുറേ നടന്നു. എനിക്ക് കുപ്പിവളകളൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കുപ്പിവളകൾ ഇടേണ്ട ഒരു ടൈം ഉണ്ടാവാറില്ല. അതായത് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഞാൻ ഇടാറില്ല പൊതുവെ. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല. കുറച്ച് ടെഡി ബേഴ്സിനെയും പിന്നെ ചായ കുടിച്ചു, മസാല ദോശ കഴിച്ചു. ഞങ്ങൾ ചോറ് തിന്നാൻ നിന്നില്ല ഉച്ചത്തേക്ക്. ഉച്ചത്തെ ട്രെയിനിന് തിരിച്ച് പോരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട്. ചോറ് കഴിച്ചില്ല. എനിക്കറിയാം ഞാൻ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് ബോറിംഗ് ആണെന്ന്. പക്ഷേ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചിട്ടില്ല. കഴിയുന്ന പോലൊക്കെ വോയിസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.
ഒരു 2:45 ഉള്ളൊരു ട്രെയിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഭാഗ്യത്തിന് വരുന്ന വഴിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.